മഴക്കാലം ഇങ്ങെത്തി. മഴക്കാലത്തോടൊപ്പം തന്നെ എത്തിയ ഒരു കാര്യം കൂടിയുണ്ട്, പകർച്ചവ്യാധികൾ. സാധാരണ പനി മുതൽ ഡെങ്കിപ്പനി, എലിപ്പനി അങ്ങനെ ഒരു നീണ്ട നിര തന്നെ രോഗങ്ങളുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേശവതീരം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ കേശവൻ വെതിരമനിയും വൈഫ് ഡോക്ടർ തുളസിയും നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. രണ്ടുപേർക്കും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു ഋതുചര്യ എന്നൊരു സങ്കല്പമുണ്ട് അല്ലെ ആയുർവേദത്തിൽ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴക്കാലത്ത് പ്രധാനമായിട്ടും രോഗപ്രതിരോധശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ എളുപ്പം പകർന്നു പിടിക്കുവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ട് കൂടെ മഴക്കാലത്തിനെ പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 6 ഋതുക്കളാണുള്ളത്. അതിൽ ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം എന്നിങ്ങനെ 6 ഋതുക്കളാണ്. ഇതിൽ വർഷ ഋതുവാണ് നമ്മുടെ ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഋതുവിലും എല്ലാ കാലാവസ്ഥയിലും ആരോഗ്യത്തിന് അതിൻ്റേതായിട്ടുള്ള സംരക്ഷണങ്ങൾ നൽകേണ്ടതുണ്ട്. പക്ഷെ അത് ഒരല്പം കൂടുതലാണ് നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുകയും അന്തരീക്ഷത്തിൽ രോഗവ്യാപന ശേഷി കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു സമയമാണ് മഴക്കാലം. അതുകൊണ്ടാണ് ആരോഗ്യകാര്യങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം മഴക്കാലത്ത് എന്ന് പറയുന്നത്. ഈ ഒരു മഴക്കാലത്ത് ദഹനക്കുറവ് ഉണ്ടാകുമെന്നൊരു കാര്യം കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? മഴക്കാലത്ത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ആഹാരം വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ, കഴിക്കുന്ന ആഹാരം വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സമയനിഷ്ഠ പാലിച്ചില്ലെങ്കിൽ, നമ്മൾ മറ്റ് കാലാവസ്ഥ പോലെയല്ല. മഴക്കാലത്ത് പൊതുവിൽ നമുക്കൊരു വിശപ്പ് തോന്നുമെങ്കിലും ശരീരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആഗിരണം ശരിക്ക് നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിശപ്പ് അറിയാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മഴക്കാലത്ത് കുറച്ചുകൂടി കൂടുതലായിട്ടാണ് പൊതുവെ രോഗികൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു മഴക്കാലത്ത് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും എല്ലാവരും, നമ്മൾ കേരളീയർ പ്രത്യേകിച്ചിട്ടും ഔഷധക്കഞ്ഞി കുടിക്കാത്തവരുണ്ടാവില്ല എന്ന് തന്നെ പറയാം. അതിൽ ആഹാരം തന്നെയാണ് ഔഷധം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ആയുർവേദം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടിയിട്ടും ദഹനശക്തി ശരിയാവണ്ണം ഉണ്ടാക്കുവാൻ ശരീരത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കർക്കിടകക്കഞ്ഞി നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഒരു നേരമെങ്കിലും ആഹാരത്തിൽ കർക്കിടകക്കഞ്ഞി ഉൾപ്പെടുത്തി സേവിക്കുക എന്നുള്ളതാണ് പണ്ടുകാലം മുതലേ ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ലഘുവായിട്ടുള്ള, അതായത് എളുപ്പം ദഹിക്കുവാൻ പാകത്തിനുള്ള ആഹാരമാണ് നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ കർക്കിടകക്കഞ്ഞി അതിനെല്ലാം ഉതകുന്നതാണ്. ദഹനശക്തി വളരെ മെച്ചപ്പെടുത്തുന്ന ഔഷധങ്ങളുള്ളതാണ്. പിന്നെ നമുക്ക് പ്രകൃതിയിൽ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ പ്രകൃതിയിലുള്ള ഔഷധ ഗുണത്തെ ആഹാര രൂപത്തിൽ, ഔഷധ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്നു എന്ന് മാത്രം. അപ്പോൾ അത് നമ്മുടെ ഒരു ഔഷധമായിട്ട് നമ്മൾ ഒരു നേരം സേവിക്കുന്നതിലൂടെ ഈ ഔഷധ ഗുണം ശരീരത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് ഇത് കഴിച്ചു തുടങ്ങേണ്ടത്? കർക്കിടക മാസം തുടങ്ങുന്നത് മുതൽ നമ്മൾ ഔഷധക്കഞ്ഞി ഉപയോഗിച്ച് തുടങ്ങുക. ഒരു മാസമാണ്, ഒരു മാസക്കാലയളവ് കർക്കിടകക്കഞ്ഞി സേവിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മഴക്കാലത്ത് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ലാത്തവയുണ്ട്? നമ്മൾ പൊതുവിൽ മഴക്കാലത്ത് അധികം പുളിയുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ പുളിപ്പിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയും. അത് ശരീരത്തിലൊരു ഉൾപ്പുഴുക്ക് ഉണ്ടാക്കുകയും ദഹനം വേണ്ടത്ര കൃത്യമാകാതിരിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ചൂടുള്ള ആഹാരം ചൂടോടുകൂടി സേവിക്കുക. അതുപോലെ തന്നെ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് രീതികൾ, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പുളിയുള്ള ആഹാരങ്ങളാണ് പ്രധാനമായിട്ടും. അപ്പം മധുരം അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, ഇതും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എരിവ് കുറച്ച് മിതമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ആഹാരത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. പ്രധാനമായിട്ടും ദ്രവരൂപത്തിലുള്ള, അതായത് സൂപ്പ് പോലെയുള്ള ആഹാരങ്ങൾ, അതിൽ തന്നെ നമുക്ക് ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ചുക്കൊക്കെ ചേർത്തിട്ടുള്ള സൂപ്പ് പോലെയുള്ളത് കൂടുതലും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ
ഈ ഒരു മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് സാധാരണയായിട്ട് ഈ മഴക്കാലത്ത് വാതസംബന്ധമായ അസുഖങ്ങൾ കൂടുതലായി കാണാറുണ്ട്. കാരണം വാതം കൂടി നിൽക്കുന്നത് ഈ രൂക്ഷത, അതായത് അന്തരീക്ഷത്തിലെ രൂക്ഷത കൂടുന്ന സമയത്താണ്. മഴക്കാലം, തണുപ്പ് കാലത്തെല്ലാം കൂടുതലായിട്ട് അസുഖങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഫലപ്രദമായിട്ടും ഏറ്റവും ആധികാരികമായിട്ടും ചെയ്യാൻ പറ്റുന്നത് ഈ മഴക്കാലത്ത് തന്നെയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മലിനജലം കെട്ടിക്കിടക്കുന്നതിലൂടെ കൊതുകുകളൊക്കെ പെരുകാനും ആ ഒരു വഴി രോഗങ്ങൾ ഒരുപാട് ഉണ്ടാകാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിലാണ് പുകയ്ക്കൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? പൊതുവെ അന്തരീക്ഷത്തിൽ പ്രകടമായിട്ടുള്ളൊരു മാറ്റം, അതായത് കടുത്ത വേനലിൽ നിന്നും അന്തരീക്ഷം ആകെ മാറി പെട്ടെന്ന് തണുപ്പിലേക്ക് പോവുക, ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകുക, ഇതൊക്കെയാണ് മഴക്കാലത്ത് പെട്ടെന്നുണ്ടാകുന്ന അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ തന്നെ നമുക്ക് വറ്റി വരേണ്ട ജലാശയങ്ങളൊക്കെ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ കരയിലുണ്ടാകുന്നതും മറ്റുമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും എല്ലാം കലർന്ന്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇപ്പം നമുക്ക് സാധാരണ തോടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊക്കെ അങ്ങനെയുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക, നമ്മൾ അണുവിമുക്തമാക്കി ഉപയോഗിക്കുക, ഇതൊക്കെ നമ്മൾ പൊതുവിൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് മഴക്കാലത്ത് കൂടുതലായിട്ടും ഇത്തരം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഔഷധ ചൂർണങ്ങൾ ഇട്ടിട്ട്, ഇപ്പം നമ്മൾ മലയാളികൾ കേരളത്തിൽ പൊതുവേ നമ്മൾ ചുക്ക്, കരിങ്ങാലി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം കുടിക്കാറുണ്ട്, രാമച്ചമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം. അപ്പോൾ അതിന് പുറമെ പാനകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഔഷധ കൂട്ടുകളുണ്ട്. നമുക്ക് മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ടും ഇത്തരം പാനകങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, തിളപ്പിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്കും പ്രായമായവർക്കുമാണ് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ രോഗസാധ്യതയുള്ളത്. അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ ഒക്കെ എങ്ങനെയാണ്? കുട്ടികൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് തന്നെയാണ്. എല്ലാ കാലത്തും ശ്രദ്ധ പുലർത്തേണ്ടത് തന്നെയാണ്. അവർക്കാണെങ്കിലും വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങളില്ലാതെ നോക്കുക. അതുപോലെ വയറുവേദന ഇതൊക്കെ കൂടുതലും കാണാറുണ്ട് കുട്ടികളിൽ. അതുപോലെ ത്വക്ക് സംബന്ധമായിട്ടുള്ള കുട്ടികളിൽ പല അലർജികൾ, പിന്നെ മഴ കൊണ്ടുണ്ടാകുന്ന തുമ്മൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളിൽ ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ, എല്ലാവരും പാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കുട്ടികൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയതുകൊണ്ട് സ്കിന്ന്, അവരിൽ എളുപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നമ്മൾ പൊതുവെ എല്ലാവരോടും പറയുന്ന കാര്യങ്ങളാണ്. ത്വക്ക് സംബന്ധ വസ്ത്രങ്ങളിൽ പാലിക്കേണ്ടുന്ന ശുചിത്വം, അതുപോലെ മഴ നനയാതിരിക്കുക, നമുക്ക് കുടയെടുത്തിട്ട് തന്നെ പുറത്തേക്ക് പോവുക, ചെറിയ ചാറ്റൽ മഴ കൊള്ളാതിരിക്കുക. അതുപോലെ നമ്മൾ രാസ്നാദി ചൂർണം, അത് പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് തലനീരിറക്കം ഉണ്ടാവാതിരിക്കാൻ. ഇത്തരം ചൊട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ റെമഡികൾ ആരോഗ്യകാര്യത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പനി വരുമ്പോഴൊക്കെ സ്വയം ചികിത്സിക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പലരുടെ ഇടയിലും. അത് ആയുർവേദത്തിൽ എത്രത്തോളം അപകടകരമാണ്? ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ്, നമ്മൾ പനി വരുന്നു ഒരു അമൃതാരിഷ്ടം കുടിക്കാം, അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ടൊരു സുദർശനാരിഷ്ടം, ഇതൊക്കെ കോമൺ ആയിട്ട് പണ്ട് മുതലേ വീടുകളിൽ ഉപയോഗിച്ച് വന്നതായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അത് വരുമ്പോൾ പലതരത്തിലുള്ള പനികൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ചും പകർച്ചവ്യാധികളായിട്ട്. അപ്പോൾ എപ്പോഴും നല്ലത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു കൗണ്ടർ സെയിലിനോ ഒരു മെഡിസിൻ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്നതിനോ ഒട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എപ്പോഴും എന്താണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചെറിയ ചുമയാണെങ്കിലും കൂടെ നമ്മളൊരു കൺസൾട്ടേഷനിലൂടെ മാത്രം മെഡിസിൻ കഴിക്കുന്നതായിരിക്കും ഉത്തമം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് പനി വരുന്ന ആ ഒരു തുടക്കത്തിൽ തന്നെ വരുന്നതാണ് തൊണ്ടവേദന. ഈ ഒരു തൊണ്ടവേദന വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഞാനൊരു കാര്യം ആദ്യം വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഒറ്റമൂലി ചികിത്സയും ആയുർവേദവും ഡിഫറെൻ്റാണ്. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ ഹോം റെമഡീസിലൂടെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തൊണ്ടവേദനയും കാര്യങ്ങളും ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഭക്ഷണമാണ് ആദ്യം
ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതായത് മധുരം കൂടുതലായിട്ട് കഴിക്കുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഹോം റെമഡി ആയിട്ട് പറയുമ്പം ചുക്ക്, മുളക്, തിപ്പലി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുണ്ട് നമ്മളേൽ. അതായത് ത്രികടു എന്ന് പറയും. ത്രികടു വളരെയധികം ഫലപ്രദമാണ്. അത് തേനിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അതൊരു മരുന്ന് തന്നെയാണ്. തേനിൽ ചാലിച്ച് അത് എല്ലാവർക്കും കഴിക്കാമെന്നല്ല, നമുക്ക് അൾസറുള്ള ആൾക്കാർക്ക്, വയറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെക്കൊണ്ട് ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് വളരെ ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് അലിച്ചിറക്കിയാൽ നല്ലതാണ്. പിന്നെ മെഡിസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ചെറിയ തൊണ്ടവേദനയ്ക്കൊക്കെ നമുക്ക് വ്യോഷാദി വടകം ജനറൽ ആയിട്ട് പറയാം. അതിലും ഇതേ മരുന്ന് കൂട്ടുകളുടെ കൂടെ മറ്റു പല മരുന്നുകളും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ പലരും പല ടൈപ്പാണ്. ഇപ്പോൾ എനിക്കെന്ന് വിചാരിച്ചാൽ മഴ വരുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പലർക്കും ചായയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഈ ഒരു മഴക്കാലത്ത് ഐസ്ക്രീം കഴിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തിൽ മോശം തന്നെയല്ലേ? മഴക്കാലത്ത് പൊതുവേ ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ തണുത്തത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത്. അത് ഐസ്ക്രീം ജലദോഷത്തിനും മറ്റുമൊക്കെ നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞ തൊണ്ടവേദനക്കൊക്കെ കാരണമായി തീരാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. തണുത്തത് ഒഴിവാക്കുക, വെള്ളം പോലും നമ്മൾ ചൂടാക്കി കുടിക്കുക എന്നുള്ളതാണ്. അപ്പം ഐസ്ക്രീം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. അത് നമുക്കൊരു ചിന്ത മാത്രമാണ് അങ്ങനെ വരുന്നത്. പക്ഷേ അത് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാലയങ്ങളൊക്കെ തുറന്നിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കുട്ടികൾ വൈകുന്നേര സമയങ്ങളിൽ മഴയൊക്കെ നനഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരിക. അപ്പോൾ അവർക്ക് ആ ഒരു ഇഷ്ടമാണ് മഴയത്ത് കളിക്കാൻ, കൂട്ടുകാരൊപ്പം കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആ ഒരു സമയമാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറയും പനി വരും എന്നൊക്കെ. അപ്പോൾ ആ ഒരു രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ എന്തായാലും അത് അനുസരിക്കാൻ പോകുന്നില്ല, പല കുട്ടികളും. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രക്ഷിതാക്കൾ കുട്ടികളെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ കുട്ടികൾക്ക് ഒരു മഴ നനയാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, തല തോർത്തുക, അഥവാ മഴ നനഞ്ഞേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ തല തോർത്തുക, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ രാസ്നാദി ചൂർണം ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുളിച്ച ഉടനെ അത് വെക്കാം, അഥവാ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ്. പിന്നെ മഴക്കാലത്താണ് കുട്ടികൾക്ക് കൂടുതലും ഈ കുളത്തിലും അല്ലെങ്കിൽ അപകടമില്ലാത്ത പുഴയിലോ അങ്ങനെയൊക്കെ നീന്താനും. അപ്പോൾ അത്തരം ചെറിയ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒന്നും അമിതമാവാതെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുളത്തിൽ കുളിച്ചും തോടിൽ കുളിച്ചും ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു പ്രതിരോധ ശക്തി, അതായത് നമ്മൾ ആർജിക്കേണ്ടതായിട്ടുള്ളൊരു പ്രതിരോധ ശക്തി കൂടി നേടിയെടുക്കണം. നമ്മൾ പൂർണ്ണമായിട്ടും പിന്നെ കുട്ടികളെ തളച്ചിടുക എന്നുള്ളതല്ല, പക്ഷേ നിയന്ത്രണത്തിലൂടെ നമുക്ക് ഒരുപാട് നേരം മഴ കൊള്ളാതിരിക്കുക, പിന്നെ ഇത്തരം ഈ ഒരു വ്യായാമത്തിൻ്റെ ഭാഗം എന്നുള്ളത് പോലെ നീന്തൽ ഒരു വളരെ നല്ല വ്യായാമമാണ്. ഇതൊക്കെ കുട്ടികൾക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ മഴക്കാലത്ത് ആർജിച്ചെടുക്കേണ്ട രോഗപ്രതിരോധ ശക്തി കൂടിയുണ്ട്. അതിനവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു വേനൽക്കാലത്ത് ഒരുപാട് ചികിത്സാ രീതികളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എടുക്കേണ്ട ചികിത്സാ രീതികളൊക്കെ, അതുപോലെ തന്നെ മഴക്കാലത്തും അങ്ങനെ മുൻകരുതലായി എടുക്കേണ്ട ചികിത്സകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലത്ത് വാതസംബന്ധമായ അസുഖങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കർക്കിടകത്തിലെ സുഖചികിത്സ. അതായത് സുഖചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് ഇമ്മ്യൂണിറ്റിയും അതുപോലെ നമ്മളെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇനിയുള്ള സമയത്തേക്ക്, അതായത് ബാക്കി വരുന്ന 11 മാസങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യാനാണ് ഈ ഒരു സുഖചികിത്സ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഉഴിച്ചിൽ തന്നെയാണ്. എണ്ണ കൊണ്ടുള്ള മസാജിങ്, അതായത് ഉഴിച്ചിൽ, അഭ്യംഗം എന്ന് പറയും. അതിൻ്റെ കൂടെ സ്റ്റീം എന്നുള്ള ചികിത്സ, ബാഷ്പസ്വേദം എന്ന് പറയുന്ന ചികിത്സ വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവരും രോഗികളാവണമെന്നില്ല. എന്നിരുന്നാൽ കൂടെ സുഖചികിത്സയ്ക്ക് വരുന്നവരാണെങ്കിലും കൂടെ ഷുഗർ ഉള്ളവർ വരാറുണ്ട്, പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ വരും, അതുപോലെ തന്നെ പല അസുഖങ്ങളുള്ളവർ വരാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ നോക്കി അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങളിവിടെ കൊടുത്തു വരാറുള്ളത്. പ്രധാനമായിട്ടും
നേരത്തെ പറഞ്ഞതുപോലെ അഭ്യംഗം ബാഷ്പസേതം, അതായത് ഉഴിച്ചിൽ. രണ്ടാമതായിട്ട് കിഴികളുണ്ട്. നമുക്കൊരു 10ലധികം കിഴികൾ മഴക്കാലത്ത് ചെയ്യാവുന്നതുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇലക്കിഴി, പൊടിക്കിഴി, അതുപോലെ ഞവരക്കിഴി, പിന്നെ ശിരോധാര എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, ഞവര തേപ്പ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എല്ലാം, അതുപോലെ പഞ്ചകർമ്മയിൽ വരുന്ന നസ്യം, വസ്തി തുടങ്ങിയ ട്രീറ്റ്മെൻ്റ് എല്ലാം ഈ മഴക്കാലത്ത് നമ്മൾ പല കണ്ടീഷനിലായിട്ട് ചെയ്തു വരാറുണ്ട്. നമുക്ക് സമയപരിമിതിയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനി സ്വീകരിക്കേണ്ടതുണ്ട്, എന്തൊക്കെ മുൻകരുതലുകൾ ഇനി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കാം. മഴക്കാലത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. ഭക്ഷണ കാര്യങ്ങൾ, ആഹാരവിഹാരങ്ങൾ എന്നാണ് പറയുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടും ശുദ്ധി ചെയ്യുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ്. ബൃഹത്തായിട്ടുള്ളൊരു പണ്ട് മുതൽക്കേ. കാരണം കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കർക്കിടക ചികിത്സ ഇത്രയും വ്യാപകമാകാൻ കാരണം ഒന്ന് നമ്മുടെ ഈ കാലാവസ്ഥയുടെ പ്രത്യേകത തന്നെയാണ്. ഒരു 6 മാസക്കാലത്തോളം ഏകദേശം മഴക്കാലം എന്ന് തന്നെ പറയാം. കേരളത്തിൽ കൂടുതലും ഒരു ആനൂപദേശമായിട്ടാണ് കേരളം പറയുന്നത്. അതായത് നമുക്ക് ഒരു തണുപ്പും ഈ ഒരു മഴയും ഈർപ്പവുമൊക്കെ നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും നമ്മൾ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും നിലനിർത്തുക എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് കർക്കിടക ചികിത്സയൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും എണ്ണ തേപ്പ് കുളിയാണ് പറയുന്നത്. അതിന് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. അതായത് വാതരോഗങ്ങളെ ചെറുക്കുക, അഭ്യംഗം എന്ന് പറയുന്നത് വാതരോഗങ്ങളെ ചെറുക്കുക. അതുപോലെ ത്വക്കിന് വളരെ, അതായത് യൗവനം നിലനിർത്താൻ ഏറ്റവും വിശേഷപ്പെട്ടതാണ്. നമുക്ക് നിത്യവും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരാൾക്ക് അത്ര എളുപ്പം പ്രായം തോന്നില്ല എന്ന് ആയുർവേദം പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് പിന്നെ കണ്ണിന് നല്ല കാഴ്ച, ദൃഷ്ടിപ്രസാദനം എന്നാണ് പറയുക. പിന്നെ ദേഹപുഷ്ടി, പിന്നെ ദീർഘായുസ്, ഇതൊക്കെ നമുക്ക് ഈ നിസ്സാരമായിട്ടുള്ള എണ്ണതേപ്പ് കുളിയിലൂടെ ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പിന്നെ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം മരുന്നുകൾ കഴിച്ചുകൊണ്ടോ നേടാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ഈ ആരോഗ്യ കാര്യങ്ങൾ, നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത്. ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പുലർത്തി പോരേണ്ടതുണ്ട്. ഇത്തരം ആണ് പ്രധാനമായിട്ടും മഴക്കാലം ബന്ധപ്പെട്ടിട്ടും. അപ്പോൾ ഈ കാലാവസ്ഥയൊക്കെ ഒരുപാട് നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓരോ കാലാവസ്ഥയും ശരീരത്തിലെ ആരോഗ്യത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പം പ്രകൃതിയും മനുഷ്യ ശരീരവും അത്രയും ബന്ധം, ആ ഒരു താദാത്മ്യം പുലർത്തി പോകേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതത് കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള ആരോഗ്യ രീതികൾ പിന്തുടരുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്നാലും ഡോക്ടർ കേശവൻ ബെദ്രമനിയും വൈഫ് ഡോക്ടർ തുളസിയുമാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്നത്. രണ്ടുപേർക്ക് ഒരുപാട് നന്ദി. കാരണം ഒരുപാട് കാര്യങ്ങൾ, നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് രണ്ടുപേരും പറഞ്ഞു തന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഡോക്ടർ തുളസിയും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ കേശവൻ ബെദ്രമനിയും ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക, മഴക്കാലമാണ് വരാൻ പോകുന്നത്.